നമസ്കാരം. എല്ലാവർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്സിൽ തന്നെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പം മാത്സ് നമ്മളിപ്പോൾ ഒരു PSC പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയ്ക്കോ വേണ്ടി പഠിച്ചു തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെ പഠിച്ച് തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വീട് വെക്കുവാണെങ്കിൽ ആദ്യം ഫൗണ്ടേഷൻ കിട്ടുക എന്ന് പറയത്തില്ലേ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മാത്സിലെ ഏറ്റവും എന്താണ് ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഇത് ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നമ്മൾ എന്താണ് അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഒക്കെയാണ്. അല്ല നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുവാണെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ചാപ്റ്റർ ആയിട്ട് പറയുന്നത് ഡിവിസിബിലിറ്റി ആണ്. അപ്പം ഈ ഡിവിസിബിലിറ്റി എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? കാരണം ഈ ഡിവിസിബിലിറ്റി ആണ് ഏറ്റവും ബേസ്. അത് ഒരുപാട് തവണ ഇപ്പൊ ഞാൻ പറഞ്ഞ ഏറ്റവും ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ ഈ ഡിവിസിബിലിറ്റി നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് പിന്നെ നമുക്ക് അടുത്ത ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ വരുന്നത്. കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിവിസിബിലിറ്റി പഠിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ HCF ആൻഡ് LCM സ്പീഡ് ആകത്തുള്ളൂ. ഈ HCF ആൻഡ് LCM നമ്മൾ നല്ല രീതിയിൽ തറവായാൽ മാത്രമേ നമുക്ക് ഫ്രാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, തറവാകത്തുള്ളൂ. ഫ്രാക്ഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഫ്രാക്ഷൻസിൽ നിന്നാണ് പിന്നെ നമ്മുടെ PSCക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടുന്ന എന്താണ് ചാപ്റ്റേഴ്സ് പിരിഞ്ഞു പോകുന്നതെന്ന് പറയാം. ഒന്നെങ്കിൽ ഫ്രാക്ഷനിൽ നിന്ന് പിന്നെ അത് പേഴ്സൻറ്റേജിലേക്ക് പോവാം, പിന്നെ അത് റേഷ്യോ പ്രൊപ്പോർഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഫ്രാക്ഷനിൽ നിന്ന് ഈ പേഴ്സൻറ്റേജിലേക്ക് പോകുന്നത്, പിന്നെ ഈ പേഴ്സൻറ്റേജിൽ നിന്നാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുന്നതെന്ന് പറയാം. പിന്നെ ഇതിൽ നിന്നാണ് നമ്മൾ ഇൻട്രസ്റ്റ് പഠിക്കുന്നതെന്ന് പറയാം. ഈ റേഷ്യോ പ്രൊപ്പോർഷനിൽ നിന്നാണ് പിന്നെ നമ്മൾ ഏത് റേഷ്യോ എന്നൊക്കെയാണ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, സ്പീഡ് ആൻഡ് ടൈമോ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസോ ടൈം ആൻഡ് വർക്കോ ഇതെല്ലാം പഠിക്കുന്നത് ഇങ്ങനെ ഒരു ഓർഡറിലാണ്. അപ്പൊ ഈ ഒരു ഓർഡർ നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഡിവിസിബിലിറ്റി നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഡിവിസിബിലിറ്റി എന്ന് പറയുമ്പോൾ പലരും പഠിക്കത്തില്ല. കാരണം അവർ വിചാരിക്കും എനിക്ക് കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ടോപ്പിക് അല്ലേ, അപ്പൊ ഞാൻ ഡിവിസിബിലിറ്റി പഠിക്കുന്നത്. അപ്പൊ അങ്ങനല്ല, നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയിരിക്കണം. കാരണം ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ എളുപ്പമായിട്ട് നോക്കുള്ളൂ. അപ്പം അതായത് ഇപ്പം ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ കൂടി ഇപ്പൊ ഡിവിസിബിലിറ്റിയോ അല്ലെങ്കിൽ HCF LCM ഒന്നും അറിഞ്ഞില്ലെങ്കിൽ കൂടി നമുക്ക് ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസോ സ്പീഡ് ആൻഡ് വർക്കോ ഒക്കെ പഠിക്കാൻ പറ്റും. പക്ഷേ അതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഒരു പരീക്ഷ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചിലപ്പോൾ ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ കൊണ്ട് ചിലപ്പം അയാൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതൊന്നും പഠിക്കാതാണ് നിങ്ങൾ പോയി ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1.5-2 മിനിറ്റ് ചിലപ്പം ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടി ചിലവാക്കേണ്ടി വരും. അതായത് പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്ന ഒരാളും പ്രിപ്പയർ ചെയ്യാതെ പോകുന്ന ഒരാളും തമ്മിൽ ടൈമിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പം ഏതൊരു മത്സര പരീക്ഷ എടുത്താലും നമ്മളെ എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്നത് ഇതേ ടൈം തന്നെയാണ്. കാരണം ഇപ്പൊ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ 10 ക്വസ്റ്റ്യനോ 20 ക്വസ്റ്റ്യനോ ആവട്ടെ, 4 ഓപ്ഷൻ ചെയ്തേ ഉള്ളൂ. അതായത് ഏതെങ്കിലും 3 മാത്രമേ തെറ്റുള്ളൂ, ഒരെണ്ണം എന്തായിരിക്കും ശരിയായിരിക്കും. അപ്പൊ നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് ഇട്ട് കൊടുത്താൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതിനുള്ള സമയമാണ് നിങ്ങൾക്ക് ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പീഡ് ആക്കുക. അപ്പൊ മാത്സ് സ്പീഡ് ആക്കാൻ അല്ലെങ്കിൽ ഏതൊരു കാര്യം സ്പീഡ് ആക്കാനായിട്ട് ഒറ്റ വഴിയുള്ളൂ, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടിരിക്കും നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ സ്പീഡായി വരിക. അപ്പൊ നമുക്ക് ഡിവിസിബിലിറ്റിയിലേക്ക് പോകാം. അപ്പൊ ഡിവിസിബിലിറ്റി അഥവാ ഹരണ സാധ്യത, അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ഒന്നും ആരും കാണാതെ പഠിക്കേണ്ട. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിവിസിബിലിറ്റി, അതായത് ഒരു നമ്പർ തന്നു. ഇപ്പൊ 4, 5, 6 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. അപ്പൊ ഈ നമ്പറിനെ എനിക്ക് ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏതൊക്കെ നമ്പർ കൊണ്ട് എനിക്ക് എന്താണ് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും, അതാണ് നമ്മൾ ഡിവിസിബിലിറ്റി അഥവാ ഹരണ സാധ്യതയിൽ പരിശോധിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ 4, 5, 6 അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന എപ്പോഴും എന്തായിരിക്കും, 2 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി ആയിരിക്കും. അപ്പൊ 2 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടി ഞാൻ പറഞ്ഞു നോക്കിയാണ്. അപ്പൊ 2 വെച്ചിട്ട് ഒരു നമ്പറിനെ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം അല്ലേ. 2 വെച്ചിട്ട് ഒരു നമ്പറിനെ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ നമ്പർ ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം. അപ്പൊ ഇരട്ട സംഖ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് 0, 2, 4, 6, 8 അവസാനിക്കുന്നവയായിരിക്കാം. അതായത് അവയുടെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും, ഒന്നെങ്കിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ 2 ആയിരിക്കാം, അല്ലെങ്കിൽ 4 ആയിരിക്കാം, അല്ലെങ്കിൽ 6 ആയിരിക്കാം, അല്ലെങ്കിൽ 8 ആയിരിക്കാം. അതായത് ഇപ്പം ഞാൻ ഏതോ നമ്പർ എഴുതട്ടെ, ഇത്ര വലിയൊരു നമ്പർ എഴുതി. അപ്പം ഈ വലിയ നമ്പർ എഴുതിയപ്പോഴത്തേക്ക് നമ്മൾ നോക്കി അതിന്റെ അവസാനം ഏതാ വന്നിരിക്കുന്നത്, 2 ആണ് വന്നിരിക്കുന്നത്. അപ്പം നോക്കി
രണ്ട് വെച്ച് ഹരിക്കാൻ പറ്റുമോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ നമ്പറുകൾ ഫുള്ള് വായിച്ചു പോലും നോക്കണ്ട. ഇതാരും വായിച്ച് ബുദ്ധിമുട്ടി കാണത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്ത് മാത്രമേ നോക്കിയിട്ടുള്ളൂ, അതിന്റെ അവസാനത്തെ ഡിജിറ്റ് ഏതാണെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പൊ അവസാനത്തെ ഡിജിറ്റ് ഇവിടാണ്. ഇത് ഏതാണ് വന്നിരിക്കുന്നത്? രണ്ടാണല്ലേ വന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഈ നമ്പറിനെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? രണ്ട് കൊണ്ട് ഹരിക്കാൻ സാധിക്കും അല്ലേ? അപ്പം രണ്ട് വെച്ച് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട് നമ്മൾ എന്ത് നോക്കിയിരുന്നാൽ മതി? അതിന്റെ യൂണിറ്റ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് ഏത് നമ്പറാണെന്ന് മാത്രം നോക്കിയിരുന്നാൽ മതി. പൂജ്യമോ രണ്ടോ നാലോ ആറോ എട്ടോ ഇതിലെ ഏതെങ്കിലും നമ്പർ ആയിരിക്കുമെന്ന് കണ്ടെത്തിയാൽ മാത്രം മതി. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഒരു 2ാം ക്ലാസ് ലെവൽ നമ്മൾ പാസ്സായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 4 വെച്ചുള്ള ഹരണ സാധ്യത. ഓക്കെ, അപ്പൊ 2 കഴിഞ്ഞാൽ നമ്മൾ 3 പഠിക്കുന്നില്ല, 4ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ 4 വെച്ചിട്ടുള്ള ഹരണ സാധ്യത എങ്ങനെയാണ് പരിശോധിക്കാം അല്ലേ? അപ്പൊ 4 വെച്ചിട്ട് ഒരു നമ്പറിനെ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ? അപ്പൊ അതെങ്ങനെയാണ് പരിശോധിക്കുന്നത് വെച്ചാൽ നമുക്ക് 2 വെച്ചിട്ടുള്ള മനസ്സിലായി. അവസാനത്തെ ഒരക്കം പരിശോധിച്ചാൽ എനിക്ക് ക്ലിയർ ആവും അതിനെ 2 വെച്ച് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ 4 വെച്ചിട്ടാണെങ്കിൽ ഞാൻ പരിശോധിക്കേണ്ടത് അവസാനത്തെ 2 അക്കങ്ങളാണ്. ഓക്കെ, അപ്പം അവസാനത്തെ 2 അക്കങ്ങളാണ് എനിക്ക് പരിശോധിക്കേണ്ടത്. അപ്പൊ എന്താണ് നോക്കി 78. അപ്പൊ 78 മാത്രം ഞാൻ നോക്കിയിരുന്നാൽ മതി. ഇപ്പൊ ഇത് നോക്കിയേ 75,678 എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പർ ആണ്. അപ്പൊ ഈ നമ്പർ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യേണ്ട? 4 കൊണ്ട് ഹരിച്ച് നോക്കണ്ട. ഇതിന്റെ അവസാനത്തെ 2 അക്കം മാത്രം നോക്കിയിരുന്നാൽ മതി 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ വരുന്നതെന്ന് വെച്ചിരുന്നാലേ ഇപ്പം ഞാൻ 4ന്റെ ഗുണനപ്പട്ടിക എഴുതണം. അപ്പം 25 ഇൻറ്റു 4 എനിക്ക് 100 കിട്ടി. 24 ഇൻറ്റു 4 എത്രയാണ്? 96 കിട്ടി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം ഗുണനപ്പട്ടിക നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ മാത്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗുണനപ്പട്ടിക എഴുതുമ്പോഴത്തേക്ക് വേണ്ട, ഇപ്പൊ ഞാൻ 24 ഇൻറ്റു 4 എഴുതി. അപ്പൊ എനിക്കറിയാം ഞാൻ 4ന്റെ ഗുണനപ്പട്ടികയാണ് എഴുതുന്നത്. അപ്പൊ 100ൽ നിന്ന് 4 കുറവുള്ള 96 ആണ് എന്ത്? 24 ഇൻറ്റു 4. അപ്പൊ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഗുണനപ്പട്ടിക സ്ലോ ആയിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ സ്ലോ എന്നാണ് പറയുന്നത് കാരണം എല്ലാവർക്കും ഈ സംഭവങ്ങളൊക്കെ അറിയാം. അല്ലാതെ ആർക്കും ഇതെന്തല്ല അറിഞ്ഞുകൂടാത്ത സംഭവമൊന്നും അല്ല. നിങ്ങൾ പഠിക്കുന്നവരും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കുറച്ച് സെക്കൻഡുകളുടെ വ്യത്യാസമേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്ലോ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്തത്. അപ്പം ഗുണനപ്പട്ടിക സ്ലോ ആയിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നോക്കി നമ്മൾ എഴുതുമ്പോഴത്തേക്കും ഇങ്ങനെ ആലോചിക്കുക. 4 ഇൻറ്റു 4 എത്ര? 16 ആണ് വരിക. അപ്പൊ 4 ഇൻറ്റു 4 16. അപ്പൊ ഞാൻ 6 ഇവിടെ എഴുതി അല്ലെ? യൂണിറ്റ് പ്ലേസിൽ എന്ത് എഴുതി? 6 എഴുതി. അങ്ങനെ 16 ആണ് വന്നിരിക്കുന്നത്. 1 എവിടെ ഇരിപ്പുണ്ട്? 1 2ന്റെ മുകളിൽ ഇരിപ്പുണ്ട്. 4 ഇൻറ്റു 2 എത്ര വരിക? 8 ആണ് വരിക. മുകളത്ത് 1 കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നു? 9 വന്നു. അങ്ങനെ 96 എഴുതാം. അല്ലാതെ നിങ്ങൾ ഗുണനപ്പട്ടിക എഴുതാൻ നേരത്ത് ഇപ്പൊ 25ന്റെ 4 100 എഴുതി. പിന്നെ അതിൽ നിന്ന് 4 കുറച്ച് 96 എഴുതിയാൽ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സബ്ട്രാക്ഷൻ സ്പീഡ് ആവും, മൾട്ടിപ്ലിക്കേഷൻ സ്പീഡ് ആവത്തില്ല. ഓക്കെ, അപ്പം മൾട്ടിപ്ലിക്കേഷൻ സ്പീഡ് ആവണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ. ഇതിപ്പം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എളുപ്പത്തിൽ ആൻസർ കിട്ടുക. പക്ഷേ ഈ മൾട്ടിപ്ലിക്കേഷൻ സ്ലോ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അപ്പം 4 ഇൻറ്റു 3 എത്ര? 12. 2 ഞാൻ ഇവിടെ എഴുതി. 1 ഇവിടെ ഇരിപ്പുണ്ട്, 1 ഇവിടെ മുകളിൽ ഇരിപ്പുണ്ട് അല്ലേ? ഇനി 4 ഇൻറ്റു 2 എത്ര? 8 ആണ് വരിക. 8ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ എത്ര വരും? 9 വരും. അങ്ങനെ 92 കിട്ടി. അങ്ങനെ ഞാൻ 4ന്റെ ഗുണനപ്പട്ടിക ഇങ്ങനെ താഴോട്ട് എഴുതി വരുവാണ്. താഴോട്ട് എഴുതി വരുമ്പോഴത്തേക്ക് 1 ഇൻറ്റു 4 0.4 അല്ലെങ്കിൽ 4 എന്ന് ആൻസർ കിട്ടും. അതായത് ഈ 1 തൊട്ട് 25 വരെയുള്ള മൾട്ടിപ്പിൾസ് ഉണ്ടല്ലോ, അതായത് 0.4 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 12 36 44 84 ഒക്കെ അങ്ങനെയുള്ള ഡിജിറ്റ്സ് ഉണ്ടല്ലോ, അതായത് 25 പേരുള്ള 4ന്റെ ഗുണിതങ്ങൾ. നമ്മൾ ഏത് നമ്പർ എടുത്താലും ഈ 2 അക്കങ്ങൾ മാത്രമേ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പം 47 ഇൻറ്റു 4 ചെയ്യാണ്. 7 ഇൻറ്റു 4 ചെയ്യാണ്. 7 ഇൻറ്റു 4 എത്ര? 28 ആണ് വരിക. 8 എഴുതി. 2 ഇവിടെ ഇരിപ്പുണ്ട്, 2 ഇവിടെ മുകളിൽ ഇരിപ്പുണ്ട്. ഇനി 4 ഇൻറ്റു 4 എത്ര? 4 ഇൻറ്റു 4 16 ആണ്. മുകളിലത്തെ 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 18 കിട്ടും അല്ലേ? ഓക്കെ, അപ്പം 18, അതായത് 88. ലാസ്റ്റ് 2 അക്കം എത്രയാണ്? 88 ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ ലാസ്റ്റ് 2 അക്കങ്ങൾ ഈ 25, അതായത് നോക്കി 22 ഇൻറ്റു 4 എത്ര? 88 ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഇനി നോക്കി 26 ഇൻറ്റു 4 എനിക്ക് എത്ര കിട്ടി? 6 ഇൻറ്റു 4 24. 4 എഴുതി. 2 മുകളിൽ ഇരിപ്പുണ്ട്. 4 ഇൻറ്റു 2 8. മുകളിൽ 2 കൂടെ കൂട്ടി 10. 0.4. അതായത് ഈ ലാസ്റ്റ് 2 അക്കങ്ങൾ ഈ 25 പേരുള്ള മൾട്ടിപ്പിൾസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരിക.
അതുകൊണ്ട് 4ന്റെ ഗുണ പട്ടിക ഒരു 25 വരെയുള്ള നമ്പേഴ്സ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ചെയ്തങ്ങ് എന്താ നമ്മൾ മസിൽ മെമ്മറി പറയുന്നത് പോലെ നമ്മുടെ മെമ്മറിയിൽ അങ്ങ് വന്നോളും, ചെയ്തങ്ങ് വന്നോളും. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പം 4ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ, അല്ലെങ്കിൽ 4 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലയോ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് മാത്രം നോക്കിയിരുന്നാൽ മതി, അവസാനത്തെ 2 ഡിജിറ്റ്സ് നോക്കുക. അപ്പം ഒരു നമ്പർ എഴുതി ഞാൻ 712 എന്ന് പറയുന്ന ഒരു നമ്പർ എഴുതി. അപ്പൊ ഞാൻ എന്താണ് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ, ഈ 712 12 എടുക്കുക. 12 4 വെച്ച് ഡിവിസിബിൾ ആണോ, 12 4 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ നമ്പർ എന്താണ്, 4 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പം വേറെ വായി തോന്നിയ ഒരു നമ്പർ എഴുതാം. 92 എന്നാണ് വന്നേക്കുന്നത് അല്ലേ, ലാസ്റ്റ് രണ്ടൊക്കെ എത്ര വന്നേക്കുന്നത്, 92 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താണ് നോക്കേണ്ടത്, ഈ 92 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ 92 4 വെച്ച് ഡിവിസിബിൾ ആകൂ, 92 നമുക്കറിയാം 20 × 4 എത്ര, 80 ആണ് വന്നിരിക്കുന്നത്. 20 × 4 80 ആണ് വന്നിരിക്കുന്നത്. 23 × 4 എത്ര, 4 3 12 1 1 4 × 2 8 1 92 എന്താണ് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഈ ലാസ്റ്റ് 92 വന്നതുകൊണ്ട് ഈ നമ്പർ എന്താണ്, 4 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ സംഭവം ക്ലിയർ ആയോ, 4 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലയോ ചെക്ക് ചെയ്യാനായിട്ട് എന്താണ് ലാസ്റ്റ് 2 അക്കങ്ങൾ മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാൻ പോകുന്നത്, ഇനി നമുക്ക് 8ന്റെ ഡിവിസിബിലിറ്റി നോക്കാം. അപ്പൊ 2 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 2 ആണെങ്കിൽ എങ്ങനെയാണ്, 2 ആണെങ്കിൽ എങ്ങനെയാണ് വരിക, 2 ആണെങ്കിൽ ലാസ്റ്റ് 1 ഡിജിറ്റ് അല്ലെ, ലാസ്റ്റ് ഒരു ഡിജിറ്റ് മാത്രം പരിശോധിച്ചാൽ മതിയായിരുന്നു. 4 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി ആണെങ്കിൽ എങ്ങനെയാണ്, ലാസ്റ്റ് 2 ഡിജിറ്റ്സ്, ലാസ്റ്റ് 2 അക്കങ്ങൾ പരിശോധിച്ചാൽ മതി. അപ്പം ഈ ഒരു ഓർഡർ മനസ്സിലാക്കിയാല് ലാസ്റ്റ് എത്ര ഡിജിറ്റ്സ് നമ്മൾ പരിശോധിക്കണം, 3 ഡിജിറ്റ്സ് ആണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ 2 വെച്ചിട്ടാണെങ്കിൽ അവസാനത്തെ ഒരു അക്കം, 4 വെച്ചിട്ടാണെങ്കിൽ അവസാനത്തെ 2 അക്കങ്ങൾ, 8 വെച്ചിട്ടാണെങ്കിൽ അവസാനത്തെ എത്ര അക്കങ്ങൾ പരിശോധിച്ചാൽ മതി, 3 അക്കങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ എഴുതാം. ഇപ്പൊ ഇത്രയും വലിയ നമ്പർ എഴുതി. അപ്പൊ ഞാൻ 8 വെച്ച് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാനായിട്ട് ഇതിനെ ഇങ്ങനെ എഴുതിയിട്ട് 9 8 എഴുതി ഇങ്ങനെ എഴുതി നോക്കണോ, വേണ്ട. എന്ത് മാത്രം നോക്കിയിരുന്നാൽ മതി, ലാസ്റ്റത്തെ ഇപ്പം 5 2 9 6 ഉണ്ട്. ഓക്കെ, അപ്പം ലാസ്റ്റത്തെ 3 അക്കങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതി, 8 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കി. അപ്പൊ ആ നമ്പർ നമുക്കൊന്ന് മാറ്റി എഴുതാം. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന രീതി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇത് ഒരു എളുപ്പ വഴിക്ക് വേണ്ടി പറയുന്നതാണ്. ഇത് ശരിയായിട്ടുള്ള രീതിയാണോ എന്ന് വെച്ചിരുന്നാൽ അല്ല, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പം 96 2 അല്ലെ, 962. അപ്പൊ ഇത് നമ്മൾ 8ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ 96ന്റെ അടുത്ത് വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ, 96ന്റെ അടുത്ത് വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ ഏതാണ്, 80 നമുക്കറിയാം, 10 × 8 80 ആണ്. അടുത്ത 88 വരും, 11 × 8 88 വരും, 12 × 8 എത്ര വന്നു, 96 വന്നല്ലേ. ഓക്കെ, ബാക്കി എത്ര വരിക, 2 ആണ് വന്നിരിക്കുന്നത്. അപ്പം റിമൈൻഡർ 2 വന്നിരിക്കുകയാണ്. അപ്പൊ ഈ നമ്പർ 8 വെച്ച് ഡിവിസിബിൾ ആവും, ഇല്ല. ഓക്കെ, അതായത് 96 8 വെച്ച് ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും 960 എന്താണ്, 8 വെച്ച് ഡിവിസിബിൾ ആണ്. ബാക്കി റിമൈൻഡർ എത്രയാണ് വന്നിരിക്കുന്നത്, 2 ആണല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ 2 8 വെച്ച് ഡിവിസിബിൾ അല്ല. അപ്പം എന്തല്ല, ഈ നമ്പർ 8 വെച്ച് ഡിവിസിബിൾ അല്ല. അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം, വേറൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അപ്പൊ നോക്കി, 968 എഴുതി അല്ലേ, വേണമെങ്കിൽ ഒരു നമ്പർ കൊടുക്കാം, 6 8 4 എഴുതി. ഓക്കെ, അപ്പൊ 6 8 4 ആണ് പരിശോധിക്കേണ്ടത്. അപ്പൊ 6 8 4 8 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലേന്ന് മാത്രം നോക്കിയിരുന്നാൽ മതി. അപ്പൊ ചെക്ക് ചെയ്യേണ്ടതേ 68ന്റെ അടുത്ത് വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ, 68ന്റെ അടുത്ത് വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ ഏതാണ്, 64 ആണ്. വ്യത്യാസം എത്ര വരിക, 8 4 4, ബാക്കി 44 ആണ് വരിക. 44 8 വെച്ച് ഡിവിസിബിൾ ആണോ, അല്ല. അപ്പൊ ഈ നമ്പർ എന്തല്ല, 8 വെച്ച് ഡിവിസിബിൾ അല്ല. ക്ലിയർ ആയോ എങ്ങനെ ചെക്ക് ചെയ്തെന്നുള്ളത്? 3 ഡിജിറ്റ്സ് എഴുതി, ലാസ്റ്റത്തെ 3 ഡിജിറ്റ്സ് എടുത്ത് എഴുതി, എന്നിട്ട് ആദ്യത്തെ 2 ഡിജിറ്റ്സിന്റെ അടുത്ത് വരുന്ന എന്താണ് 8ന്റെ മൾട്ടിപ്പിൾ എഴുതി. ഏതാണ്, 68ന്റെ അടുത്ത് വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ ഏതാണ്, 64 എഴുതി. ബാക്കി വ്യത്യാസം എത്രയാണ്, 4 44. അപ്പൊ 44 8 വെച്ച് ഡിവിസിബിൾ അല്ല. അപ്പൊ ഈ നമ്പർ എന്തല്ല, 8 വെച്ച് ഡിവിസിബിൾ അല്ല. ഓക്കെ, സംഭവം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി വേറെ എക്സാമ്പിളോട് പറയാം. 512 ലാസ്റ്റ്
അപ്പൊ എത്ര വന്നിരിക്കുന്നത്? 512 വന്നിരിക്കുന്നത്. അപ്പൊ 512 8 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലേ എന്ന് പരിശോധിച്ചാൽ മതിയല്ലേ? ഓക്കെ, അപ്പൊ ലാസ്റ്റ് 512 ആണ്. അപ്പൊ നോക്കി, 51ന്റെ അടുത്ത് വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ, 51ന്റെ അടുത്ത് വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 48 ആണല്ലേ? ബാക്കി വ്യത്യാസം എത്ര വരിക? 3 2. 32 8 വെച്ച് ഡിവിസിബിൾ ആണോ? 32 8 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ ഈ നമ്പർ എന്താണ്? 8 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ അത്രേ ഉള്ളു പരിശോധിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 2 വെച്ചിട്ടാണെങ്കിൽ അവസാനത്തെ ഒരു അക്കം മാത്രം പരിശോധിച്ചാൽ മതിയായിരുന്നു. 4 വെച്ചിട്ടാണെങ്കിൽ അവസാനത്തെ 2 അക്കങ്ങൾ പരിശോധിക്കണം. 8 വെച്ചിട്ടാണെങ്കിൽ എന്ത് വേണം? അവസാനത്തെ 3 അക്കങ്ങൾ പരിശോധിക്കണം. അപ്പൊ ആ സംഭവങ്ങൾ ക്ലിയർ ആണല്ലോ, 2ന്റെയും 4ന്റെയും 8ന്റേതും. ഓക്കെ, അപ്പം അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി ആണ്. 3 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി. ഓക്കെ, അപ്പൊ 3 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി, അപ്പൊ നിങ്ങൾ പണ്ട് കാലം തൊട്ടേ പഠിച്ചിട്ടുള്ള പല മെത്തേഡ്സ് ഉണ്ടായിരിക്കും 3 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി. അപ്പൊ ഞാൻ ഒരു ഇഷ്ടമുള്ള നമ്പർ എഴുതാം. ഇപ്പം എത്ര? 1,77,269 എന്ന് പറയുന്ന ഒരു നമ്പർ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഈ നമ്പർ 3 വെച്ചിട്ട് ഡിവിസിബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ലാസ്റ്റത്തെ ഒരക്കോ ലാസ്റ്റത്തെ 2 അക്കോ ലാസ്റ്റത്തെ 3 അക്കോ അല്ല നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞാലേ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? അക്കങ്ങളുടെ തുക എടുക്കുക. സം ഓഫ് ഡിജിറ്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? 3 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. അതായത് ഇപ്പം 30 3 വെച്ച് ഡിവിസിബിൾ ആണെന്ന് അറിയാം. അപ്പൊ 3 + 0 എത്ര വന്നേക്കുന്നത്? 3 ആണല്ലേ വന്നേക്കുന്നത്. അപ്പൊ 33 3 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ സം ഓഫ് ഡിജിറ്റ്സ് 3 + 3 എത്ര വന്നിരിക്കുന്നത്? 6 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 6 എന്താണ്? 3 വെച്ച് ഡിവിസിബിൾ ആണ് അല്ലേ? ഇനി നിങ്ങൾക്ക് അറിയാം, ഇപ്പം 66 3 വെച്ച് ഡിവിസിബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം 66ന്റെ എത്ര? 6 + 6 എത്ര വന്നിരിക്കുന്നത്? 12 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അക്കങ്ങളുടെ തുക, സം ഓഫ് ഡിജിറ്റ്സ് എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, 3 വെച്ച് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? 3 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അതായത് ഇപ്പൊ നോക്കി, 66ന്റെ സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക എത്ര വന്നിരിക്കുന്നത്? 12 ആണല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ 12 എന്ന് പറയുന്നത് 3 വെച്ച് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ആണോ? ആണ്. അപ്പോൾ ഈ നമ്പർ എന്താണ്? 3 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്ന് പറഞ്ഞാലേ, ഈ നമ്പർ നമ്മളിപ്പോ സം എടുക്കുവാണ്. അപ്പൊ ഇത് നോക്കി, 1 + 7 8 വന്നു, 8 + 5 13 വന്നു, 13 + 2 15 വന്നു, 15 + 6 എത്ര? 21 വന്നു, 21 + 9 30 വന്നു. അപ്പൊ കൂട്ടം 30 അല്ലേ വന്നേക്കുന്നത്. ഈ നമ്പർ എന്താണ്? 30 വന്നോണ്ട് 3 വെച്ച് ഡിവിസിബിൾ ആണ്. സം ഓഫ് ഡിജിറ്റ്സ് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അതുകൊണ്ട് ഈ നമ്പർ എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ അക്കങ്ങളുടെ തുക എടുക്കണ്ട. അപ്പൊ ഇത്ര നാള് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന? അക്കങ്ങളുടെ തുക എടുക്കുന്നതല്ലേ. അപ്പൊ അവിടെ തുക എടുക്കുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് തന്നിരിക്കുന്ന നമ്പറിൽ തന്നെ 3ന്റെ മൾട്ടിപ്പിൾസ് ആക്കി, ജോഡികളൊക്കെ ആക്കിയിട്ട് നമുക്ക് ഒഴിവാക്കാം. അതായത് നോക്കി, 9 3 വെച്ച് ഡിവിസിബിൾ അല്ലേ? പിന്നെ എനിക്ക് 9 കൂട്ടാൻ നിൽക്കണ്ട. 6 3 വെച്ച് ഡിവിസിബിൾ അല്ലേ? പിന്നെ ഞാൻ 6 കൂട്ടാൻ നിൽക്കണ്ട. ഇവിടെ നോക്കി, 7ഉം 2ഉം എത്രയായി? 9 ആയി. പിന്നെ ഈ 9 ഞാൻ കൂട്ടാൻ നിൽക്കണ്ട. 5ഉം 1ഉം എത്രയായി? 6 ആയി. ഓക്കെ, 6 എന്ന് പറഞ്ഞാൽ 3 വെച്ച് ഡിവിസിബിൾ അല്ലേ? അപ്പൊ ഈ നമ്പർ എന്തായി? ഡിവിസിബിൾ ബൈ 3 ആയി. വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇങ്ങനെ വലിയൊരു നമ്പർ എഴുതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ട? എല്ലാം കൂടെ നമ്പേഴ്സും കൂടെ എഴുതി കൂട്ടിയൊന്നും വേണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുന്നത്? അത് ഇതിനകത്ത് തന്നെ 3ന്റെ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിനെ ഒഴിവാക്കാം. ആദ്യം കിടക്കുന്നു, ഏത് കിടക്കുന്ന? 9 കിടക്കണം. അപ്പൊ 9നെ ഒഴിവാക്കി. 7ഉം 2ഉം എത്രയായി? അല്ലെങ്കിൽ 27, 3 വെച്ച് ഡിവിസിബിൾ അല്ലേ? അപ്പം 27നെ ഒഴിവാക്കി. 8 + 1 എത്ര? 9 ആയി. അതിനെ ഒഴിവാക്കി. 5 + 1 എത്രയായി? 6 ആയി. അതിനെ ഒഴിവാക്കി. അപ്പൊ എത്ര വന്നു? സിസ്റ്റം 0 ആണ്. 0 അല്ലേ വന്നേക്കുന്നത്. അതായത് പിന്നെ വല്ല നമ്പർ വന്നോ? ഇല്ല. അതായത് ഈ നമ്പർ എന്താണ്? 3 വെച്ച് ഡിവിസിബിൾ ആയി. ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞു തരാം. അപ്പൊ ഇത് ആണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസേഴ്സ് എത്തിപ്പെടാൻ സാധിക്കും. നോക്കാം ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പൊ സം ഓഫ് ഡിജിറ്റ്സ് എടുക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഒന്ന് സം ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മളൊന്ന് ഒഴിവാക്കിയാൽ മാത്രം മതി അല്ലേ. അപ്പം 5 + 7 എത്രയായി? 12 ആയി. അപ്പൊ പിന്നെ ഇത് നമ്മൾ 5 7 അത് ഒഴിവാക്കി. ബാക്കി എത്രയാന്ന് നോക്കിയതാണ്ട? 5 + 5 10ഉം 10 8 18 അവനെ ഒഴിവാക്കി. പിന്നെ നോക്കി 24, 2 + 4 എത്ര? 6 ആയി. അവനെ ഒഴിവാക്കി. ബാക്കി എത്ര വന്നിരിക്കുന്നത്? 5 ആണ് വന്നിരിക്കുന്നത്. 5 3 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പൊ ഈ നമ്പർ എന്തല്ല? 3 വെച്ച് ഡിവിസിബിൾ അല്ല. അപ്പൊ ക്ലിയർ ആയോ പറഞ്ഞു തന്നത്?
മൂന്ന് വെച്ച് ഡിവിസിബിൾ ആണോ അല്ലയെന്ന് പരിശോധിക്കാനായിട്ട് എന്ത് മാത്രം നോക്കിയാൽ മതി, സം ഓഫ് ഡിജിറ്റ്സ് ആണ് എടുക്കേണ്ടത്. അപ്പൊ സം ഓഫ് ഡിജിറ്റ്സ് എല്ലാം കൂടെ എടുക്കണോ? വേണ്ട, നമ്മൾ അതിനകത്ത് തന്നെ ജസ്റ്റ് എന്ത് ചെയ്തിരുന്നാൽ മതി, ഒന്ന് അറേഞ്ച് ചെയ്തിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പം ഈ മൂന്നിന്റെ ഡിവിസിബിലിറ്റി മതിയല്ലോ. അപ്പൊ എന്താണ് സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക മൂന്നിന്റെ ഗുണിതമായിരിക്കണം. അക്കങ്ങളുടെ തുക എന്തായിരിക്കണം? മൂന്നിന്റെ ഗുണിതമായിരിക്കണം അല്ലേ? അപ്പം ഇതേ മെത്തേഡ് തന്നെയാണ് ഒൻപതിന്റെയും. അപ്പൊ അവിടെ എന്തോ ആയിരിക്കണം? സം ഓഫ് ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 9 ആയിരിക്കണം. അക്കങ്ങളുടെ തുക എന്തായിരിക്കണം? ഒൻപതിന്റെ ഗുണിതമായിരിക്കണം. ഓക്കെ, അപ്പം അവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. ഇങ്ങനെ വലിയൊരു നമ്പർ എഴുതി അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗ്രൂപ്പ് ആക്കിയിട്ട് 9 മൾട്ടിപ്പിൾ ആക്കിയാൽ മതി. സിമ്പിൾ അല്ലേ? അതിപ്പോ നോക്കി 6+3 എത്രയായി? 6+3 9ആയി, അതിനെ ഒഴിവാക്കാം. 7+2 എത്രയായി? 9ആയി, അതിനെ ഒഴിവാക്കാം. 8+1 എത്രയായി? 9, അവനെ ഒഴിവാക്കാം. 5+4 എത്രയായി? 9, അവനെ ഒഴിവാക്കാം. അല്ലാതെ നമ്മൾ കൂട്ടാൻ നിന്നാലും 6+3 9, 9ഉം 7ഉം 16, 16ഉം 2 18, 18 8 26, 26ഉം 1 27, 27ഉം 5 32, 32ഉം 4 36, അങ്ങനെ അത്ര സമയം പോവാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർഡറിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പൊ 3ന്റെ ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും 9നെ ക്ലിയർ ആവും. എന്താണ് ചെയ്യേണ്ടത്? അക്കങ്ങളുടെ തുക എടുക്കുക. അതാണ് നിങ്ങൾ നോർമലി പഠിച്ചു വെച്ചിരുന്ന ഒരു രീതി. അപ്പൊ അതിന്റെ കൂടെ അക്കങ്ങളുടെ തുക എടുക്കാൻ നേരത്തെ എന്ത് മാത്രം ചെയ്തിരുന്നാൽ മതി? ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അറേഞ്ച് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ. അതിനകത്ത് തന്നെ നമ്പേഴ്സിൽ തന്നെ 3ന്റെയോ അല്ലെങ്കിൽ 9ന്റെ ചെക്ക് ചെയ്യണമെങ്കിൽ 9ന്റെ ഗുണിതങ്ങളാക്കി ഒന്ന് അറേഞ്ച് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഓക്കെ, അപ്പം 2 4 8 3 9, അപ്പൊ ഇത്രയും നമ്പേഴ്സ് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ന്റെ ആണ്. 5ന്റെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? 5ന്റെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. 5 വെച്ചിട്ടുള്ള 5ന്റെ ഗുണപട്ടി എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ എന്തായിരിക്കണം? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5ൽ അവസാനിക്കുന്ന എല്ലാം എന്താണ്? 5 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അത് ഞാൻ പറയുന്നില്ല. അപ്പൊ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും അതിന്റെ ഡീറ്റെയിൽഡ് എക്സാമ്പിൾ ഒന്നും പറയുന്നില്ല. 0 അല്ലെങ്കിൽ 5ൽ അവസാനിക്കുന്നതായിരിക്കും. അപ്പം അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി ആണ്. അപ്പം 6 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിസിബിലിറ്റിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് ഭാഗമാണ്. 6 വെച്ചിട്ടുള്ള ഒരു നമ്പർ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതിന്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. കാരണം ഇപ്പം 6 വെച്ചിട്ട് നമ്പർ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ 6 വെച്ചിട്ട് ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പവഴി എന്ന് പറഞ്ഞത്, എളുപ്പവഴിയല്ല, എന്താണ് ഫോളോ ചെയ്യുന്ന വഴി എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ 2 വെച്ചും 3 വെച്ചും ഡിവിസിബിൾ ആയിരിക്കണം. അപ്പൊ 2 വെച്ചും 3 വെച്ചും ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? ആ നമ്പർ 6 വെച്ചിട്ട് ഡിവിസിബിൾ ആകത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഇപ്പൊ നമുക്ക് 6ന്റെ മൾട്ടിപ്ലിക്സ് ടേബിളിലെ കുറച്ച് നമ്പേഴ്സ് എടുക്കാം അല്ലേ? ഇപ്പൊ 48 എടുത്ത് ഇപ്പൊ 48 യൂണിറ്റ് പ്ലേസിൽ 8 ആണ്. അതുകൊണ്ട് 2 വെച്ചിട്ട് ഡിവിസിബിൾ ആണ്. 4+8 12 ആണ് വരിക. എത്ര? 3 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പം 6 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ ഞാൻ 45 എടുത്തേന്ന് വെച്ചോ. 45 എടുത്തത്. അപ്പൊ 45 എന്ന് വെച്ചാൽ 3 വെച്ചിട്ട് ഡിവിസിബിൾ ആണ്. പക്ഷെ 2 വെച്ചിട്ട് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പൊ 6 വെച്ച് ഡിവിസിബിൾ ആവും? ഇല്ല. അപ്പം അതായത് 2ഉം 3ഉം വെച്ച് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സ് മാത്രമേ എന്താകത്തുള്ളൂ? 6 വെച്ചിട്ട് ഡിവിസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, അതായത് എല്ലാ ഇരട്ട സംഖ്യകളും എന്താണ്? 2 വെച്ച് ഡിവിസിബിൾ ആണ്. പക്ഷേ 3 വെച്ചിട്ടും കൂടെ ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? ആ നമ്പർ 6 വെച്ചിട്ട് ഡിവിസിബിൾ ആകത്തുള്ളൂ. ഓക്കെ, അതായത് ഇപ്പൊ വേറെ വാങ്ങി തോന്നിയ ഒരു എക്സാമ്പിൾ എഴുതാം. ഇങ്ങനെ നമ്പർ എഴുതി. അപ്പൊ യൂണിറ്റ് പ്ലേസ് 2 ആണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പൊ യൂണിറ്റ് പ്ലേസ് ഇപ്പം 7 ആയിരുന്നു. നമ്മൾ നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? 2 വെച്ചിട്ട് എന്തായാലും ഡിവിസിബിൾ അല്ല നമുക്ക് മനസ്സിലാവും. അപ്പൊ പിന്നെ ഇത് 6 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം യൂണിറ്റ് പ്ലേസ് 2 വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് 2 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ആ 3 വെച്ചിട്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ നമ്മൾ ഇത് എഴുതുമ്പോഴത്തേക്കും ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോക്സ് ഒക്കെ വരച്ചത്. അല്ലാതെ നമുക്ക് മൈൻഡിൽ തന്നെ ചെയ്യുന്ന കേസല്ലേ ഉള്ളൂ. 2 വെച്ച് ഡിവിസിബിൾ ആണ്. നോക്ക്, അറ്റത്ത് ഏതാ കിടക്കുന്നത്? 2 ആണ് കിടക്കുന്നത്. 2 വെച്ചിട്ട് ഡിവിസിബിൾ ആവും. ഇനി 3 വെച്ചിട്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ എളുപ്പവഴി എന്താണ്? 6 ഒഴിവാക്കി 7 2 എത്ര വന്ന? 9. അത് ഒഴിവാക്കി 8 1 എത്ര വന്നു? 9. അവനെ ഒഴിവാക്കി ബാക്കി എത്ര വന്നിരിക്കുന്നത്? 5 ആണല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ 5 3 വെച്ച് ഡിവിസിബിൾ ആവും? ഇല്ല. അപ്പൊ ഈ നമ്പർ 6 വെച്ച് ഡിവിസിബിൾ ആവും? ഇല്ല. അപ്പം ഒരു നമ്പർ എത്രയാണ്? 6 വെച്ചിട്ട് ഡിവിസിബിൾ ആകണമെങ്കിൽ ആ നമ്പർ ഏതൊക്കെ നമ്പർ വെച്ചിട്ട് ഡിവിസിബിൾ ആകണം? 2ഉം 3ഉം വെച്ചിട്ട് ഡിവിസിബിൾ ആകണം. ഓക്കെ, അപ്പം നമ്മുടെ ഡിവിസിബിലിറ്റിയുടെ തന്നെ ഒരു സ്പെഷ്യൽ കേസ് ആണ് 6ൻ്റെത്. കാരണം എന്ന് വെച്ചിരുന്നാലേ ഇപ്പോഴേ 2 × 3 ആണ് 6 വരിക. എല്ലാവർക്കും അറിയാം 2 × 3 6 വരും എന്നുള്ളത്. 2ന്റെയും 3ന്റെയും HCF
അതായത് രണ്ടിനെ മൂന്നിനെ ഒരേ കണക്ക് ഹരിക്കാൻ പറ്റുന്ന നമ്പർ, രണ്ടിനെ മൂന്നിനെ ഒരേ കണക്ക് ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പറേ ഉള്ളൂ. ഏതാണ് ആ നമ്പർ? ഒന്നാണ് ആ നമ്പർ അല്ലേ? അതായത് HCF എന്ന് പറഞ്ഞാൽ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. അത് ഫാക്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് അത് HCF വരുമ്പോഴത്തേക്ക് അത് പറയാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ എന്താണ് നോക്കി, 6 4, 6ന്റെ 4ന്റെ ഫാക്ടർ ചോദിക്കുകയാണ്. അതായത് 6നെ 4നെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് എന്ത്? 6ന്റെ 4ന്റെ കോമൺ ഫാക്ടേഴ്സ്. മനസ്സിലായോ? അതായത് എനിക്ക് ഒരു നമ്പർ എടുത്തിരുന്നാൽ 6 കൊണ്ടും ഹരിക്കണമെന്നല്ല, 6നെ ഹരിക്കാൻ സാധിക്കണം, 4നെ ഹരിക്കാൻ സാധിക്കണം. അങ്ങനെ 6നെയും 4നെ ഡിവൈഡ് ചെയ്യുന്ന ഡിവൈഡ്സ് ഗിവൺ നമ്പർ, തന്നിരിക്കുന്ന നമ്പറിനെ ഹരിക്കാൻ സാധിക്കുന്ന നമ്പർ ഏതാണ്? 6നെയും 4നെയും ഹരിക്കാൻ സാധിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുണ്ട്, രണ്ടുണ്ട്. അപ്പം നമ്മുടെ HCF വെച്ചിരുന്ന ഏത് വരും? ആ 2 വരും അല്ലെ? ഇപ്പൊ 6ന്റെയും 4ന്റെയും HCF ചോദിച്ചിരുന്നാൽ ഏതാണ് വരിക? ആ 2 ആണ് വരിക. ഓക്കെ, ക്ലിയർ ആയോ? അതായത് 6നെയും 4നെയും ഒരേ കണക്ക് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ആണ് എന്ത്? ആ നമ്പറിന്റെ HCF. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ 2ന്റെ 3 6 1, 2ന്റെ 3ന്റെ പൊതു എന്താണ് ഘടകം ഇതാണ് വന്നിരിക്കുന്നത്, 1 ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനെ നമ്മളൊരു പേര് പറയും, കോ പ്രൈം. എന്താണ്? കോ പ്രൈം. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മുടെ ഒരു പേര് പറയാൻ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. HCF ഒന്നായിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് കോ പ്രൈം നമ്പേഴ്സ്. അങ്ങനെ ഈ കോ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന, ഇപ്പൊ നോക്കി, കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ചാൽ മതി. 2 3 കോപ്രൈം ആണ്. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അവയെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന ഒറ്റ നമ്പറേ ഉള്ളൂ, അതേതാണ്? 1 ആണ്. അപ്പൊ 1 HCF ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? കോപ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ ഈ കോപ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 2 3 കോപ്രൈം ആണ്. കോപ്രൈം നമ്പറിന്റെ പ്രോഡക്റ്റ് ഏതാ വന്നിരിക്കുന്നത്? 6 അല്ലേ? അപ്പൊ 6 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാനായിട്ടേ ഞാൻ എന്തൊക്കെ നോക്കിയിരുന്നാൽ മതി? 2 വെച്ചും 3 വെച്ചും ഹരിക്കാൻ പറ്റുന്നുള്ളത്. വേറൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കും ക്ലിയർ ആവും. ഡൗട്ട് ഉള്ളവർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ നോക്കി, 12 എന്ന് പറയുന്ന ഒരു നമ്പർ, എനിക്ക് ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും? 2 × 6 12 കിട്ടും, 4 × 3 12 കിട്ടും, 1 × 12 12 കിട്ടും. ഓക്കെ, ഇവനെ നമുക്ക് മാറ്റി നിർത്താം. അപ്പൊ ഇതിൽ തന്നെ 2ന്റെയും 6ന്റെയും ഘടകങ്ങൾ, പൊതു ഘടകം, 2നെയും 6നെയും ഒരേ കണക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാ? 2നെയും ഹരിക്കാൻ പറ്റും, 6നെയും ഹരിക്കാൻ പറ്റും. അങ്ങനെ 2നെയും 6നെയും ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാ? അതാണ് ഏത്? അവയുടെ കോമൺ ഫാക്ടർ. ഇപ്പൊ ഈ കേസിൽ വലിയ നമ്പർ ഏതാ? 2നെയും 6നെയും ഒരേ കണക്ക് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാ? 2 ആണല്ലേ? അപ്പം ഈ പൊതുഘടകം ഒന്നായിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് നമ്മൾ എന്ത് പറഞ്ഞത്? കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞത് അല്ലേ? ഇപ്പൊ നാളെ നോക്കി, 4 3, 4നെ 3നെ ഹരിക്കാൻ പറ്റുന്ന, പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന ഏത് നമ്പറേ ഉള്ളൂ? 1 ഉള്ളൂ. 4നെ 3നെ പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പൊ ഈ കോപ്രൈം ആയിട്ട് വന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 4 3 കോപ്രൈം ആണ്. 4ന്റെ പ്രോഡക്റ്റ് ആയിട്ട് ആര് വന്നു? 12 വന്നു. അപ്പൊ എനിക്കൊരു നമ്പർ 12 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ 12 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്ത് മാത്രം നോക്കിയിരുന്നാൽ മതി? ആ നമ്പർ 4 വെച്ചും 3 വെച്ചും ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയിരുന്നാൽ മതി. അപ്പൊ 4 വെച്ചും 3 വെച്ചും ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ ഏത് വെച്ച് ഡിവിസിബിൾ ആവും? 12 വെച്ച് ഡിവിസിബിൾ. അപ്പൊ കോപ്രൈമിന്റെ എപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഇപ്പൊ എന്താണ് നോക്കിയത്? 18 വെച്ച് നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. അപ്പൊ 18 ഏതൊക്കെ കോപ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 18 കിട്ടാം? 6 3 ശരിയാവൂ? 6 × 3 18 കിട്ടും. പക്ഷേ 18 വെച്ച് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ ഞാൻ 6 വെച്ച് 3 വെച്ച് നോക്കിയാൽ ശരിയാകുമോ? ഇല്ല. കാരണം എന്താണ്? 6നെയും 3നെയും എനിക്ക് കോമൺ ആയിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 6നെയും 3നെയും കോമൺ ആയിട്ട് എനിക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് അറിയണം? ആ നമ്പറിന്റെ കോപ്രൈം ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലേ? ഇപ്പൊ 2 × 9 എത്ര കിട്ടുക? 18 ആണല്ലേ കിട്ടുക. 2 × 9 എത്ര കിട്ടുക? 18 ആണ് കിട്ടുന്നത്. അപ്പൊ 18 വെച്ചിട്ട് ഒരു നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്ത് മാത്രം നോക്കിയിരുന്നാൽ മതി? 2 വെച്ചും ഡിവിസിബിൾ ആണോ, 9 വെച്ചും ഡിവിസിബിൾ ആകണം. ക്ലിയർ ആയോ? അപ്പൊ വേറൊരു എക്സാമ്പിൾ, ഇപ്പൊ 24 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? 24 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലേന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 24ന്റെ ഫാക്ടേഴ്സിൽ, അതായത് ഏതൊക്കെ കോപ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 24 കിട്ടും? 6 4 ശരിയാവോ? 6ന്റെ 4 HCF 2 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം 6 4 അല്ല, പിന്നെ വേറെ ഏത് നമ്പർ ആണ്? നമുക്ക് നോക്കാം. 12 × 2 24 ആണ്. 8 × 3 24 ആണ്. 6 × 4 24
4 വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ? വേറെ 26 ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ 12 2 അല്ല, കാരണം 12നെയും 2നെയും എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ HCF എന്താണ്? 2 ആണല്ലേ വരിക. ഇനി നോക്കിയേ 6ഉം 4ഉം, 6നെയും 4നെയും എനിക്ക് ഏത് കൊണ്ട് ഹരിക്കാൻ പറ്റും? 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാ? 2 ആണല്ലേ. ഓക്കെ, അപ്പം 6ഉം 4ഉം അല്ല, പിന്നെ ഏതാ ഉള്ളത്? 8 into 3 ആണ്. അപ്പൊ 8 into 3, അതായത് 8 into 3 24 8നെ 3ന്റെ HCF എത്രയാണ്? 1 ആണല്ലേ, 1 ആണ് വരിക. ഓക്കെ, അപ്പൊ 24 വെച്ച് നമ്പർ ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ പരിശോധിക്കാനായിട്ട് ഞാൻ എന്ത് നോക്കിയാൽ മതി? 8 വെച്ച് ഡിവിസിബിൾ ആവണം, 3 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ നമ്പേഴ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 8 വെച്ച് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സ്, 8 വെച്ച് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സ്, അതായത് ഇപ്പൊ നോക്കാം, ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പൊ എഴുതാം. അപ്പൊ ഇങ്ങനെ ഒരു നമ്പർ എഴുതി, അപ്പൊ ഇങ്ങനെ ഒരു നമ്പർ എഴുതി 5 7 8 5 6 എന്ന നമ്പർ എഴുതി. അപ്പൊ ഇത് നമ്പർ 24 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കണം. അപ്പൊ 24 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ എന്ത് നോക്കണം? 8ഉം 3ഉം വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ ആദ്യം 8 പരിശോധിക്കണം, 3 പരിശോധിക്കണം. 8 പരിശോധിക്കാം അല്ലേ, 8 വെച്ചിട്ടാണോ നോക്കാം. അപ്പൊ 856 ആണ് വന്നിരിക്കുന്നത്. 8 വെച്ച് പറ്റുമോ? വേണ്ട, 800 പറ്റും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇപ്പം 800 പറ്റും. അപ്പൊ നമുക്ക് 8 എടുക്കണ്ട, പിന്നെ 56 നോക്കിയിരുന്നാൽ മതി. ആ ഒരു ഐഡിയയിലേക്ക് നിങ്ങൾ വന്നാൽ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നോക്കാം, 80 പറ്റും. 85ന് അടുത്ത് വരുന്ന 8ന്റെ മൾട്ടിപ്ലയർ 80 ആണ്, 80 പറ്റും. ബാക്കി എത്ര വരുന്ന 56. 56 8 വെച്ച് ഡിവിസിബിൾ ആണോ? ആ ഡിവിസിബിൾ ആണ്. അപ്പൊ ഈ നമ്പർ എന്താണ്? 8 വെച്ച് ഡിവിസിബിൾ ആണ് അല്ലേ, 8 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി നമുക്ക് 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് പരിശോധിക്കണം. 3 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ഏത് വെച്ച് പറ്റും? 24 വെച്ചും പറ്റും. അപ്പൊ 3 വെച്ച് ഡിവിസിബിൾ ആണ് നോക്കാം. അപ്പൊ 5ഉം 4ഉം 9 ഒഴിവാക്കി, 6 ഒഴിവാക്കി, 7 8ഉം 15 ഒഴിവാക്കി, ബാക്കി എത്ര ഉള്ളത്? 5. 5 ആണ് റിമൈൻഡർ വന്നിരിക്കുന്നത്. 3 വെച്ച് ഡിവിസിബിൾ ആവോ? ഇല്ല. അപ്പൊ 24 വെച്ച് ഡിവിസിബിൾ ആവോ? ഇല്ല. അപ്പം ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. അതായത് കോപ്രൈം ആയിട്ട് വരുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന നമ്പർ, ആ നമ്പറിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ നമ്പേഴ്സിന്റെ എന്താണ് ഡിവിസിബിലിറ്റി മാത്രം പരിശോധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത് പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്. ഇപ്പൊ നമ്മൾ നോക്കിയേ, 15 വെച്ച് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കി 15 വെച്ച് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് മാത്രം നോക്കിയിരുന്നാൽ മതി? ഏതൊക്കെ കോപ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 15 കിട്ടുക? ഏതൊക്കെയാണ്? 5 into 3 ആണ്. അപ്പോൾ നമ്പർ 5 വെച്ചും ഡിവിസിബിൾ ആയി, 3 വെച്ചും ഡിവിസിബിൾ ആയ നമ്പർ ഏത് വെച്ചും ഡിവിസിബിൾ ആവും? 15 വെച്ചും ഡിവിസിബിൾ ആവും. ഓക്കെ, അപ്പം 6ന്റെ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം 6ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെ പരിശോധിക്കുക? 2 വെച്ചും 3 വെച്ചും ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? 6 വെച്ചും ഡിവിസിബിൾ ആണ്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അപ്പൊ കോപ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 42 കണ്ടുപിടിക്കാം, 25ന്റെ കണ്ടുപിടിക്കാം, 30ന്റെ കണ്ടുപിടിക്കാം. അങ്ങനെ അങ്ങനെ വലിയ നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി ഇതൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഇതൊന്നും ജസ്റ്റ് എക്സാമ്പിളും കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നാലേ ഇത് എന്താണ് മനസ്സിലിരിക്കത്തുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 11ന്റെ ഡിവിസിബിലിറ്റി പഠിക്കാം, എന്നിട്ട് നമുക്ക് 7ന്റെ ഡിവിസിബിലിറ്റിയിലോട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ 2ന്റെ പഠിച്ചു, 3ന്റെ പഠിച്ചു, 4ന്റെ പഠിച്ചു, 5ന്റെ പറഞ്ഞു ഞാൻ, 6ന്റെ പഠിച്ചു, 7ന്റെ പഠിച്ചില്ല, 8ന്റെ പഠിച്ചു, 9ന്റെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? 7 ഉണ്ട്, 11 ഉണ്ട്. 10ന്റെ ഡിവിസിബിലിറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. 10ന്റെ ഡിവിസിബിലിറ്റി നിങ്ങൾ അറിഞ്ഞു തുടങ്ങി നിങ്ങൾ ഗുണപട്ടിക തൊട്ട് പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പൊ 11 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി, 11 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പൊ ഒരു നമ്പർ എഴുതി. ഇപ്പൊ 11 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി, ഇപ്പൊ 11 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി ആണ്, അതായത് ഒരു നമ്പർ തന്നിരുന്നാൽ ആ നമ്പറിനെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കണം. അത് എങ്ങനെ പരിശോധിക്കാം? എങ്ങനെ പരിശോധിക്കാന്ന് വെച്ചിരുന്നാൽ നോക്കി, 1 ഇടവിട്ട് കിടക്കുന്ന നമ്പേഴ്സ് ഇവിടെ നോക്കി, 1 ഇടവിട്ട് കിടക്കുന്ന നമ്പേഴ്സ് ഏതാണ്? 8 7 6. ഇവിടെ തുക എടുക്കുക. 8 + 7 എത്ര? 15. 15 + 6 എത്ര? 21 വന്നു. ഇവിടെ 5 + 5 10, 10 + 8 18. അപ്പം ഇവയുടെ വ്യത്യാസം. ഓക്കെ, ആദ്യം എന്ത് ചെയ്തു? 1 ഇടവിട്ട് കിടക്കുന്ന സംഖ്യകളുടെ തുക എടുത്തു, 21 കിട്ടി. അപ്പുറത്തെ നമ്പേഴ്സിന്റെ എത്ര കിട്ടി? 18 കിട്ടി. ഇവയുടെ വ്യത്യാസം 0 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 11ന്റെ ഗുണിതങ്ങളോ ആയിരിക്കണം. ഓക്കെ, 0 അല്ലെങ്കിൽ 11 11ന്റെ ഗുണിതങ്ങളോ ആയിരിക്കണം. അപ്പൊ നോക്കി,
1441 എന്ന് പറയുന്ന ഒരു നമ്പർ. ഓക്കെ, അപ്പൊ ഇവിടെ നാളെ നോക്കി 1 തൊട്ട് കിടക്കുന്ന നമ്പർ 1+4 എത്ര വരിക? 5 ആണ് വരിക. 4+1 എത്ര വരിക? 5 ആണ് വരിക. അപ്പൊ 5 - 5 എനിക്ക് എത്ര കിട്ടി? 0 കിട്ടിയല്ലേ? അതായത് ഈ നമ്പർ അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 11 വെച്ച് ഹരിക്കാൻ സാധിക്കും. അപ്പൊ 11 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി എങ്ങനെയാണ്? 1 ഇടവിട്ട് കിടക്കുന്ന നമ്പേഴ്സ്. വേറെ നമ്പർ എഴുതാം. വേറെ നമ്പർ, വലിയ നമ്പർ എഴുതിയതാ, ജസ്റ്റ് നോക്കാം. അപ്പൊ 1 ഇടവിട്ട് കിടക്കുന്ന നമ്പേഴ്സ് 8+7 15, 15+9 24, 24+6 30, 30+4 34 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 34 നമ്മൾ ഇവിടെ മാറ്റി എഴുതി. ഇനി 1+8 9, 9+5 14, 14+5 എത്ര വന്നിരിക്കുന്നത്? 19. അപ്പൊ 34 - 19. ഓക്കെ, അപ്പൊ 34 -19 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 34 - 19 എത്ര വരിക? 15 ആണ് വരുന്നത്. അപ്പം ഡിഫറൻസ് എത്ര വന്നിരിക്കുന്നത്? 15 ആണ്. അപ്പം ഈ നമ്പർ അപ്പം 11 വെച്ച് ഡിവിസിബിൾ ആവും? ഇല്ല. നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് കിട്ടണം? 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾസ് കിട്ടണം. അപ്പൊ സംഭവം ക്ലിയർ ആയോ? എന്താണ് ചെയ്യേണ്ടത്? 1 ഇടവിട്ട് കിടക്കുന്ന നമ്പേഴ്സിന്റെ തുക എടുക്കുക. 1 ഇടവിട്ട് കിടക്കുന്ന നമ്പേഴ്സിന്റെ തുക എടുക്കുക. ആ തുകകളുടെ വ്യത്യാസം. അപ്പൊ ദാണ്ട് ഈ ഒരു സെറ്റിന്റെ എടുത്തു, അടുത്തൊരു സെറ്റിന്റെ എടുത്തു, തുക എടുത്തു. അവർ തമ്മിലുള്ള തുകകളുടെ വ്യത്യാസം നോക്കിയിരുന്നാൽ മതി. വ്യത്യാസം എന്തായിരിക്കണം? 0 അല്ലെങ്കിൽ 11 ആയിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് 11 വെച്ച് ഡിവിസിബിൾ ആകത്തുള്ളൂ. അപ്പം എങ്ങനെയാണ് ഒന്നുകൂടെ പറയാം. 11 വെച്ച് ഒരു നമ്പർ ഡിവിസിബിൾ ആണോ അല്ലേ എന്ന് പരിശോധിക്കാനായിട്ട് എന്ത് ചെയ്തിരുന്നാൽ മതി? 1 ഇടവിട്ട് കിടക്കുന്ന നമ്പേഴ്സ്. ഇപ്പം നമ്പർ എടുത്ത് ഇപ്പൊ 1 ഇടവിട്ട് കിടക്കുന്ന നമ്പേഴ്സ് 5 5 10, 10 കിട്ടും 18. ഓക്കെ, 4 6 10, 16. ഓക്കെ, അപ്പൊ 18 - 16 വ്യത്യാസം എത്ര വന്നു? 2 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ നമ്പർ 8 ആക്കിയിരുന്നു വെച്ചോ. അപ്പം വ്യത്യാസം എത്ര വന്നേനെ? 18 - 18 എന്ന് വന്നേനെ. വ്യത്യാസം 0 വന്നേനെ. ഈ നമ്പർ എന്തായേനെ? 11 വെച്ച് ഡിവിസിബിൾ ആയേനെ. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയോ? ഓക്കെ, അപ്പം അത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 7ന്റെ ഡിവിസിബിലിറ്റി. അപ്പൊ 7ന്റെ ഡിവിസിബിലിറ്റി പഠിക്കാനായിട്ട് ഷോർട്ട് കട്ടുകളൊന്നും നോക്കി പോകണ്ട. ഷോർട്ട് കട്ടുകൾ നോക്കി പോയിരുന്നാൽ അത് നിങ്ങൾ മറന്നു. അപ്പൊ നമ്മൾ 7ന്റെ ഡിവിസിബിലിറ്റി പഠിക്കാനായിട്ട് ഷോർട്ട് കട്ടുകളൊന്നും നോക്കണ്ട. ഞാൻ ഒരു മെത്തേഡ് പറയാതെ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ വീണ്ടും ആയി തോന്നുന്ന നമ്പർ എഴുതുവാണ്. 7 1 5 6 എന്ന് പറയുന്ന നമ്പർ എഴുതി. അപ്പൊ അതിന് മുമ്പേ ഇപ്പം 14 7 വെച്ച് ഡിവിസിബിൾ ആണോ? 14 എന്ന് പറയുന്നത് 14 7 വെച്ച് ഡിവിസിബിൾ അല്ലേ? അപ്പൊ 14 7 വെച്ച് ഡിവിസിബിൾ ആകുമ്പോഴത്തേക്കും 140 എന്താണ് 7 വെച്ച് ഡിവിസിബിൾ ആകും. ആ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടല്ലോ. 147 7 വെച്ച് ഡിവിസിബിൾ ആവുമോ? 14 7 വെച്ച് ഡിവിസിബിൾ ആണ്, 140 7 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 147 എന്താകും? 7 വെച്ചിട്ട് ഡിവിസിബിൾ ആകും. അങ്ങനെയാണെങ്കിൽ 289 7 വെച്ച് ഡിവിസിബിൾ ആകും. ക്ലിയർ ആണെന്നോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ? 28 7 വെച്ച് ഡിവിസിബിൾ ആണ്. ബാക്കി അതായത് 280 7 വെച്ച് ഡിവിസിബിൾ ആകും. ബാക്കിയുള്ള 9 7 വെച്ച് ഡിവിസിബിൾ ആകുമോ? ഇല്ല. 287 ആണെങ്കിലേ വരത്തുള്ളായിരുന്നുള്ളൂ. അപ്പൊ ഈ നമ്പർ എന്തല്ല? 7 വെച്ച് ഡിവിസിബിൾ അല്ല. അപ്പൊ നമുക്ക് നോക്കാം. വലിയൊരു നമ്പർ എഴുതി 7 1 5 6 7756 എന്ന് പറഞ്ഞ നമ്പർ എഴുതി. അപ്പം 7000 7 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ ഞാൻ ബാക്കി എന്താ പരിശോധിക്കേണ്ട? ഈ 156 എന്ന് പറയുന്ന നമ്പർ 7 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലേ എന്നാണ് പരിശോധിക്കേണ്ടത്. അപ്പം ഇതിനെ എളുപ്പവഴിയുണ്ട്, നോർമൽ നമ്മുടെ ഡിവിഷൻ മെത്തേഡും ഉണ്ട്. അപ്പൊ ആ ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ബൈ ഇട്ടിട്ട് ചെയ്യേണ്ടത്. 7 1 5 6/7. അപ്പം 7 7000 പോയി, ബാക്കി എത്രയാണ്? 156/7 എഴുതുക. അപ്പൊ 15 എത്ര പേരുണ്ട്? 15ല് 2 പേര്, അതായത് 14 വന്ന് എത്ര വരിക? 16 ആണ് വരിക. 16 എന്താവത്തില്ല? 7 വെച്ച് ഡിവിസിബിൾ ആവത്തില്ല. ആ ഒരു മെത്തേഡ്. അപ്പൊ ഇതിന് നമുക്ക് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാല് 156 മാത്രം താഴെ എഴുതുക. നമ്മൾ 8ന്റെ നോക്കിയില്ലായിരുന്നു? 8ന്റെ 3 അക്കം വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ആദ്യത്തെ 2 ഡിജിറ്റ് എടുത്തിട്ട് ആ ഡിജിറ്റിന്റെ അടുത്ത് വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ. ഇവിടെ നോക്കിയേ, 15ന്റെ അടുത്ത് വരുന്ന 7ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 14 ആണ്. വ്യത്യാസം എത്ര വരിക? 16 ആണ്. 16 7 വെച്ച് ഡിവിസിബിൾ ആകുമോ? ഇല്ല. അപ്പൊ ഈ നമ്പർ എന്തല്ല? 7 വെച്ച് ഡിവിസിബിൾ അല്ല. എക്സാമ്പിൾ പറയാം. ഈ മാത്സിന്റെ നമുക്ക് എക്സാമ്പിൾ മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾ ആ സബ്ജക്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു എന്നുള്ള എന്താണ് ഒരു ഐഡിയ. അതായത് ഇപ്പം ഞാനൊരു ടോപ്പിക് പഠിച്ചു, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാൻ സാധിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ആ ടോപ്പിക് ഞാൻ ക്ലിയർ ആയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നാളെ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരാൾ ക്വസ്റ്റ്യൻ ഇടുമ്പോഴത്തേ, അതായത് ഇപ്പം PSC ക്ക് വേണ്ടി ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന ഒരു വ്യക്തി
ഏതെങ്കിലും ഒരു സാറാവട്ടെ. അപ്പം അദ്ദേഹത്തിന് തോന്നിയ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യുന്നുള്ള നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കണം. അതായത് ചുമ്മാ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം കാണാതെ പഠിച്ച് എങ്ങനെയെങ്കിലും ചെയ്തിട്ട് പോയാൽ നമുക്ക് ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു ഐഡിയ വേണം. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോഴത്തേക്കും ആ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലാതെ ആ ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നെറ്റിൽ റെഫർ ചെയ്യുന്ന നിങ്ങൾ തറവാകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാൻ സാധിച്ചാൽ നമ്മൾ ആ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ, ഇപ്പൊ വേറൊരാൾക്ക് നിങ്ങൾ ഈ ഡിവിസിബിലിറ്റി പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് കുറെ നല്ല രീതിയിൽ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾ ആ ടോപ്പിക്കിൽ ആക്കിയിട്ടില്ലോ എന്നാണ് എന്നെ മനസ്സിലാക്കണം. കാരണം ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിലവാരം അപ്പാവുന്നത് നമുക്ക് ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാൻ പറ്റുമ്പോൾ ആയിരിക്കും. ഓക്കെ, അത് മാത്സിന് മാത്രം പ്രത്യേകതയാണ് എന്നാണ്. നോക്കി നമുക്ക് ഒന്നും കൂടെ ഒരു എക്സാമ്പിൾ എഴുതാം. അപ്പൊ 8, 7, 5, 6, 8. അപ്പൊ ഈ നമ്പർ 7 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലയെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഈ നമ്പർ 7 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലയെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നോക്കാം. ആദ്യത്തെ രണ്ടൊക്കെ എടുക്കാം. അപ്പൊ 87ന്റെ അടുത്ത് വരുന്ന 7ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ 70 നമുക്കറിയാം, 27 അറിയാം, 84 അറിയാം. ബാക്കി വ്യത്യാസം എത്ര വരിക? 35 ആണ് വരിക. ഓക്കെ, അപ്പൊ 35 7 വെച്ച് ഡിവിസിബിൾ അല്ലേ? അപ്പൊ നമ്മൾ ഈ നമ്പർ ഒഴിവാക്കാം. പിന്നെ ബാക്കി എത്ര എടുത്തിരുന്നാൽ മതി? 68 നോക്കിയിരുന്നാൽ മതി. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ 35 ഒഴിവാക്കിയത്? അപ്പം ഇതെത്ര? 35,000 എന്ന് പറയുമ്പോൾ 35 7 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പൊ ആ നമ്പർ പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ ആ നമ്പർ ഒഴിവാക്കാം. ബാക്കി എത്ര? 68. അപ്പൊ 68ന്റെ അടുത്ത് വരുന്ന ഏതാ? 63 7 വെച്ച് ഡിവിസിബിൾ ആണ്. അല്ലെങ്കിൽ കാരണം എനിക്ക് 68 വന്നിരിക്കുന്നത്. 70 അല്ലേ 7 വെച്ച് ഡിവിസിബിൾ ആണ് നമ്പർ. അപ്പൊ ഈ നമ്പർ എന്തല്ല? 68 7 വെച്ച് ഡിവിസിബിൾ അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഇത് എന്താവത്തില്ല? 7 വെച്ച് ഡിവിസിബിൾ ആവത്തില്ല. അപ്പൊ ഈ മെത്തേഡ് നിങ്ങൾ അത്യാവശ്യം ഒന്ന് ആലോചിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡിവിസിബിലിറ്റി ആയിട്ടുള്ള എല്ലാം എളുപ്പമാകും. ഓക്കെ, ഒരു എക്സാമ്പിളോടെ പറയാം. 952668. അപ്പൊ 952668 എന്ന് പറയുന്ന നമ്പർ 7 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലയോ ചെക്ക് ചെയ്യണം. അപ്പം നോക്കാം. ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് എടുക്കാം. 95 എന്ന് പറയുന്ന നമ്പറിന്റെ അടുത്ത് വരുന്ന ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? ഗുണനപ്പട്ടിക അറിഞ്ഞിരിക്കണം. 91 ആണ്. ബാക്കി വ്യത്യാസം എത്ര വരിക? 42. 7 വെച്ച് ഡിവിസിബിൾ ആണല്ലോ. അപ്പം അത് പിന്നെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി എത്ര വീണ്ടും വന്നത്? 68 വന്നല്ലേ? വീണ്ടും 68 വന്നു. അപ്പൊ വേറൊരു എക്സാമ്പിൾ എടുക്കാം. അത് എനിക്ക് അങ്ങനെ നമ്പർ എടുത്തു. വലിയ നമ്പർ ആയിക്കോട്ടെ. അപ്പൊ ഇത് 7 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലയോ പരിശോധിക്കുമ്പോൾ 18 അടുത്ത് വരുന്ന ഇതിന്റെ മൾട്ടിപ്ലൈ ഏതാ? 14 വന്ന് ബാക്കി എത്ര വരുന്ന വ്യത്യാസം? 45. 45ന്റെ അടുത്ത് വരുന്ന 42 ആണ്. ബാക്കി എത്ര? 37. 37ന്റെ അടുത്ത് വരുന്ന 35. 25 വന്ന് 25ന്റെ അടുത്ത് വരുന്ന എത്ര? 21. ബാക്കി എത്ര? 49. 49 7 വെച്ച് ഡിവിസിബിൾ അല്ലേ? ബാക്കി എത്ര റിമൈൻഡർ വന്നേക്കുന്നത്? 49 കഴിഞ്ഞാൽ ബാക്കി 9 ആണ് വരിക. 9 7 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പൊ ഈ നമ്പർ എന്തല്ല? 7 വെച്ച് ഡിവിസിബിൾ അല്ല. അപ്പൊ ഈ മെത്തേഡ് ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് സബ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എഴുതി പോയാൽ മതി. പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് വരും. അപ്പം 7ന്റെ ഡിവിസിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. അപ്പൊ ഇത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നല്ല. അപ്പം ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ മെത്തേഡ്സ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ മുമ്പോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയും നേരം പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കാം. നമ്മൾ പറഞ്ഞത് ഡിവിസിബിലിറ്റി ആണ്. അപ്പൊ ഡിവിസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്ത് ഒരു കൺക്ലൂഷൻ പോലെ ഒന്ന് പറയാം. ഇപ്പൊ 2 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി. ഇപ്പൊ 2 വെച്ചിട്ട് ഒരു നമ്പർ ഡിവിസിബിൾ ആണോ അല്ലയോ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് നോക്കിയാൽ മതി? ലാസ്റ്റത്തെ ഒരക്കം മാത്രം നോക്കിയിരുന്നാൽ മതി അല്ലേ? ഇപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 3 വെച്ചിട്ടാണെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് ആണ്. ഇപ്പൊ 3 വെച്ചിട്ടാണെങ്കിൽ അക്കങ്ങളുടെ തുക എന്താണ്? 3ന്റെ ഗുണിതമായിരിക്കണം. അക്കങ്ങളുടെ തുക എടുക്കാൻ നേരത്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള എളുപ്പവഴിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം 2, 3. ഇനിയിപ്പോ 4 വെച്ചിട്ടുള്ളതാണെങ്കിൽ 4 വെച്ചിട്ടാണെങ്കിൽ എത്രയാണ്? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് അല്ലേ? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആയിരുന്നു 4 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി. 5 വെച്ചിട്ടുള്ള എങ്ങനെയാണ്? ലാസ്റ്റ് 0 അല്ലെങ്കിൽ 5 വരിക. 6 വെച്ചിട്ടാണെങ്കിൽ എന്ത് വരിക? 2 വെച്ചും ഡിവിസിബിൾ ആണ്, 3 വെച്ചും ഡിവിസിബിൾ ആണ്. അപ്പൊ കോപ്രൈം നമ്പേഴ്സിന്റെ പ്രത്യേകതയാണ്. അപ്പം
അത് വെച്ചിട്ടാണ് 12ന്റെ കണ്ടുപിടിക്കാം, 18ന്റെ കണ്ടുപിടിക്കാം, 27ന്റെ കണ്ടുപിടിക്കാം, 42ന്റെ കണ്ടുപിടിക്കാം, 15ന്റെ കണ്ടുപിടിക്കാം. അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പൊ 36ന്റെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അങ്ങനെ ഇഷ്ടമുള്ള നമ്പേഴ്സിന്റെ എല്ലാം ഡിവിസിബിലിറ്റി നമുക്ക് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് വരുന്നത് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ആക്ച്വലി എവിടാന്ന് അറിയാമോ? LCM HCF ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പം 12, 16, 18, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ 12, 16, 18, 24 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ. അപ്പം 12, 16, 18, 24 എന്നീ ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമ്പോൾ എന്താണ് പറ്റുന്ന ഒരു സംഖ്യ എന്നൊക്കെ കൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഇപ്പം നമുക്കറിയാം 18 വെച്ച് ഹരിക്കാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം? 2 വെച്ചും 9 വെച്ചും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കണം. 12 വെച്ച് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ഏതായിരിക്കണം? 4 വെച്ചും 3 വെച്ചും ആയിരിക്കണം. ഇപ്പം 24 ആണെങ്കിൽ 8 വെച്ചും 3 വെച്ചും പറ്റണം. അപ്പൊ തന്നിരിക്കുന്ന നമ്പറിലെ നമ്മൾ ജസ്റ്റ് 9 വെച്ച് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഒക്കെ നോക്കിയിരുന്നാൽ മതി. അതൊക്കെ വളരെ എന്താണ് ഫ്യൂ ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് അടുത്ത എന്താണ് LCM HCF പഠിക്കുമ്പോഴത്തെ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി 7 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി. അപ്പൊ 7ന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യത്തെ 2 അക്കങ്ങൾ വീതം നോക്കുക. ആദ്യത്തെ 2 ഡിജിറ്റ് എടുത്തിട്ട് അതിന്റെ അടുത്ത് വരുന്ന 7ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. അങ്ങനെ അതിന്റെ ഡിഫറൻസ് എടുത്ത് എഴുതുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ അതിൽ ചിന്തിക്കുന്നത് വേണ്ട, ജസ്റ്റ് സബ്സ്ട്രാക്ഷൻ മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പൊ ആ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഫോളോ ചെയ്യാം. 8 വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയാണ്? ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആണ്. അപ്പൊ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആണ് 8 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി പരിശോധിക്കാനായിട്ട്. ഇനി 9 വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയാണ്? സം ഓഫ് ഡിജിറ്റ്സ് ആണല്ലേ. അപ്പൊ സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? അക്കങ്ങളുടെ തുക എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ 10 വെച്ചിട്ട് പറയുന്നില്ല, ലാസ്റ്റ് 0 ആയിരിക്കും. ലാസ്റ്റ് 0 വരുന്ന എല്ലാം എന്താണ്? 10 വെച്ചിട്ട് ഡിവിസിബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 2 0 വന്നാൽ അത് 4 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അപ്പം ലാസ്റ്റ് എന്താണ്? 2 0 വരുന്ന നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കും? 4 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. കാരണം എത്ര? 25 × 4 100 അല്ലേ? 25 × 4 100 അല്ലേ? അപ്പം ലാസ്റ്റ് 2 0 വരുന്ന നമ്പേഴ്സ് എല്ലാം എന്താണ്? 100 വെച്ചിട്ട് 4 വെച്ചിട്ട് എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. ലാസ്റ്റ് 3 0 വരുന്ന നമ്പേഴ്സ് എല്ലാം 8 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി 11 വെച്ചുള്ള ഡിവിസിബിലിറ്റി. അപ്പൊ 11 വെച്ചിട്ടുള്ള ഡിവിസിബിലിറ്റി എങ്ങനെയാണ്? സം ഓഫ് ഡിജിറ്റ്സ്. അങ്ങനെ ഒന്നിടവിട്ട് കിടക്കുന്ന നമ്പേഴ്സിന്റെ തുക, ഒന്നിടവിട്ട് കിടക്കുന്ന നമ്പേഴ്സിന്റെ തുകകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 11ന് ഗുണിതമായിരിക്കണം. അപ്പം ഇതൊക്കെ ഈ മാത്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. നമ്മളൊരു എക്സാമ്പിൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ അത് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. അതായത് നമ്മൾ ഡെഫിനിഷൻസ് കാണാതെ പഠിക്കേണ്ട, സംഭവങ്ങൾ മനസ്സിലാക്കി പഠിച്ചിരുന്നാൽ മതി. ഇപ്പൊ ഞാൻ 6ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെ പരിശോധിക്കുന്നത്? 2 വെച്ച് 3 വെച്ച് ഡിവിസിബിൾ. അപ്പൊ അത് ജനറൽ ആയിട്ട് ഞാനൊരു റൂൾ പറയുമ്പോഴത്തെ എങ്ങനെയാണ്? വലിയൊരു കഥ പോലെ കോപ്രൈമായിട്ട് വരുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന നമ്പറിന്റെ ഡിവിസിബിലിറ്റി പരിശോധിക്കാനാണെങ്കിൽ എന്ത് ചെയ്യുക? ആ കോപ്രൈമായിട്ടുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി നോക്കുക. അപ്പൊ അങ്ങനെ ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുമ്പോഴത്തേക്കും അതെന്താണ്? നിങ്ങൾക്ക് വളരെ പ്രയാസമായിട്ടുള്ള സംഭവമായിട്ട് തോന്നും. പക്ഷേ ആ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡിവിസിബിലിറ്റി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഏതിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടി ഇപ്പൊ നമ്പർ എഴുതുക. 7 1 5 6 നമ്പർ എഴുതുക. അപ്പൊ ആ നമ്പറിന്റെ എല്ലാം ചെക്ക് ചെയ്യുക. 2 വെച്ച് നോക്കുക, 3 വെച്ച് നോക്കുക, 4 വെച്ച് നോക്കുക, 5 വെച്ച് നോക്കുക, 6 വെച്ച് നോക്കുക, 7, 8, 9, 11. അപ്പം നോക്കുക. 2 വെച്ച് പറ്റുമോ? 2 വെച്ച് ആ ടിക്ക് ഇട്ട് 7 1 5 6 ആണ്. ഈ നമ്പർ 3 വെച്ച് 3 വെച്ച് പറ്റാനായിട്ട് നമ്മൾ നോക്കി 6 ഒഴിവാക്കി, 5 1 6 ഒഴിവാക്കി, ബാക്കി എത്ര? 7 ആണ് വരുന്നത്. അപ്പം 3 വെച്ച് പറ്റത്തില്ല. അപ്പൊ 2 വെച്ച് പറ്റും, 3 വെച്ച് പറ്റത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഏത് വെച്ച് പറ്റത്തില്ല? 6 വെച്ചിട്ട് പറ്റത്തില്ല. 56. 56 എന്ന് പറഞ്ഞാല് 4 വെച്ച് പറ്റുമോ? 4 വെച്ച് പറ്റുന്ന ഒരു നമ്പറാണ്. ഡിവൈഡ് പ്ലസ് 6 കിടക്കുന്നത്. 5 വെച്ച് പറ്റുമോ? പറ്റത്തില്ല. 7 വെച്ച് പറ്റുമോ ഇല്ലെന്നുള്ള പരിശോധിക്കാം. അപ്പൊ 7756 ആണ്. അപ്പൊ എന്താണ്? 7 നമുക്ക് ഒഴിവാക്കാം. ബാക്കി എത്രയാണ്? 156. നേരത്തെ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ ആണ്. 156 എടുക്കുക. 14 എടുക്കുക. എത്ര വരിക? 16. 16 7 വെച്ച് ഡിവിസിബിൾ ആണോ? 7 വെച്ച് ഡിവിസിബിൾ അല്ല. ഈ നമ്പർ അപ്പം എന്തല്ല? 7 വെച്ച് ഡിവിസിബിൾ അല്ല. 156. 8 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് പരിശോധിക്കാം. 8 വെച്ച് ഡിവിസിബിൾ ആണോ പരിശോധിക്കുക. ഇവിടെ എത്ര? 15ന്റെ അടുത്ത് വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ. 15ന്റെ അടുത്ത് വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? ഇപ്പൊ നമുക്ക് മുകളിൽ എഴുതാൻ വേണമെങ്കിൽ 160 എടുത്തുകൂടെ? രണ്ടും എടുക്കാം. ഒന്നെങ്കിൽ അതിന് മുമ്പുള്ള എടുക്കാം, അല്ലെങ്കിൽ അതിന് കഴിഞ്ഞ് വരുന്നത് എടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് മുമ്പുള്ള ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ എടുക്കാൻ പറഞ്ഞത്. അപ്പം 15 156. അപ്പൊ 160 ഡിവിസിബിൾ ആണ്. അപ്പൊ
വെറും 4 മാത്രമേ വ്യത്യാസമുള്ളൂ. റിമൈൻഡർ എത്ര? 4 വരും. അപ്പൊ അത് 7 വെച്ച് divisible ആവും, അല്ല 8 വെച്ച് divisible ആവും? ആകില്ല. അപ്പൊ 3 വെച്ച് divisible ആകാത്തതുകൊണ്ട് 9 വെച്ചും divisible ആവത്തില്ല. ഇനി 11 വെച്ച് divisible ആവുമോ? 11 വെച്ച് divisible ആവുമോ നോക്കാം. അപ്പൊ 7 + 5 12 മൈനസ് 7, 12 മൈനസ് 7 5 ആണ് വരിക. 11 വെച്ച് divisible ആവും? ഇല്ല. അപ്പം നിങ്ങൾ നമ്പേഴ്സ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഒരു എന്താണ് ബോക്സ് വരച്ചിട്ട് പിന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഇത് കണക്ക് ഒരു ബോക്സ് വരച്ചിട്ട് പിന്നെ നമ്പേഴ്സിന്റെ divisibility പരിശോധിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ മാത്സിനെ സംബന്ധിച്ചിടത്തോളം കുറുക്ക് വഴികളൊന്നും ഇല്ല, ഷോർട്ട് കട്ടുള്ള തേടി പോകണ്ട. നമ്മൾ എത്രത്തോളം മാത്സിൽ സ്പീഡ് ആവുന്നു, കാൽക്കുലേഷൻ നമ്മൾ എത്രത്തോളം സ്പീഡ് ആകുന്നു, അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. അപ്പൊ നിങ്ങൾ ഇനി എന്താണ് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും അതിന്റെ ഷോർട്ട് കട്ടുകളല്ല പഠിക്കേണ്ടത്, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഏറ്റവും ബേസ് ആയിട്ട് ഒന്നും കൂടെ പറയാണ്, നമ്മൾ ഡിവിസിബിലിറ്റി പഠിക്കുക, അതിൽ നിന്ന് HCF LCM പഠിക്കുക, അതിൽ നിന്ന് ഫ്രാക്ഷൻ പഠിക്കുക. അപ്പൊ ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ മാത്സിന്റെ ഏറ്റവും അടിസ്ഥാനം. അപ്പൊ ഇത് നമ്മൾ തറമായി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എല്ലാം എളുപ്പമാവും. ഇത് എന്താണ്, അതൊരു ഫാക്ട് ആണ്. കാരണം ഈ ഒരു 3 നമ്മുടെ ഈ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നു, പിന്നെ നടക്കുന്നു, ഓടുന്നു, ആ ഒരു ഇതുപോലെയാണ് ഡിവിസിബിലിറ്റി, HCF LCM, ഫ്രാക്ഷൻ. ഇത്രയും സംഭവങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി വളരെ എളുപ്പം. അതുകൊണ്ട് നിങ്ങൾ വളരെ സമയം എടുത്ത് ഈ 3 ചാപ്റ്റേഴ്സ് പഠിക്കുക. ഈ 3 ചാപ്റ്റേഴ്സ് പഠിക്കാൻ നിങ്ങൾ 1 മാസം സ്പെൻഡ് ചെയ്തോ? ഈ 3 ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക. 1 മാസം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഈ 3 ചാപ്റ്റേഴ്സ് പഠിച്ചോ, ബാക്കി നിങ്ങൾ മാത്സിന്റെ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ പഠിക്കാൻ 1 മാസം എടുത്തോളും. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഈ 3 ചാപ്റ്റേഴ്സ് എത്രത്തോളം തറ ആവുന്നു അതനുസരിച്ചിട്ട് ബാക്കിയെല്ലാം എളുപ്പമാവും. അപ്പൊ ഇതേ പറയാനുള്ളപ്പോൾ മാത്സ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിനെ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് പാടാണ്, ഞാൻ പണ്ടേ സ്കൂളിൽ ഉപയോഗിച്ച സംഭവമാണ്, അല്ലെങ്കിൽ കോളേജിൽ ഞാൻ മാത്സ് ഒന്നും അല്ല, അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് കളയാം. ഇത് സിമ്പിൾ ആണെന്നുള്ള രീതിയിൽ പഠിക്കും. അപ്പം PSC സംബന്ധിച്ചിടത്തോളം നമ്മൾ PSC പരീക്ഷയിൽ വരുന്ന മാത്സിന്റെ ചാപ്റ്റേഴ്സ് ആണ് കൂടിപ്പോയി 10ാം ക്ലാസ് വരെയുള്ള ലെവലിൽ ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് പാസ് തന്നെയാണല്ലോ നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ ഈ 10ാം ക്ലാസ് ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയയിൽ ഇതിനെ അപ്രോച്ച് ചെയ്താൽ വളരെ സിമ്പിൾ ആയിരിക്കും.